Experience. ഏട്ടാ ഫോൺ കണ്ടാ റെഡി ആയാ? ഞാൻ റെഡിയായി. തേമ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കറിയൊന്നും വെച്ചില്ല അമ്മയ്ക്ക്. ആ അത് വെളുക്കുന്നേരം കിടന്ന് ഉറങ്ങണത്തിന് നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്ന എന്ത് നേരം വെളുക്കുന്നേരം എഴുന്നേത്തിന് എന്നെ ആരാ രാത്രി ഉറക്കാഞ്ഞത്? ഏട്ടൻ കള്ളും കുടിച്ചോണ്ട് വന്നിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഓരോന്ന് പറയുമ്പോ നീ മൂളി കരുകൊണ്ടിരുന്നിട്ടില്ലേ? മൂളിക്കേട്ട എന്തുകൊണ്ടാ? പഴയ രഹസ്യം വല്ലതും പൊങ്ങി വരുവാന്ന് അറിയണ്ടേ? എന്നിട്ട് പറഞ്ഞേ ഏട്ടൻ ബുദ്ധിമാനല്ലേ, ഒന്നും വിട്ട് പറയത്തില്ലല്ലോ. ഇവിടെ ഒന്ന് റെഡിയാക്കിക്കേ. ഇതേ സാരി ഇത് ചേച്ചിയുടെ. കൊള്ളാല്ലേ ഇത്? അടിപൊളിയായിരുന്നു. നിനക്ക് നല്ലതായിരുന്നു. ബ്ലൗസ് അതേപോലത്തെ ഉണ്ടായിരുന്നു. കമ്മലൊക്കെ കിട്ടിയല്ലോ അതുപോലെ. കമ്മല് കഴിഞ്ഞ ദിവസം നമ്മൾ ഉത്സവത്തിന് പോയപ്പോ വാങ്ങിച്ചത് ദേ അവിടെ മടങ്ങിയിരിക്കണ്. അത് മടങ്ങും. ഞാൻ ഇതല്ല എന്റെ പണി. അതൊന്നും ഇവിടെ. മക്കളെ അമ്മയ്ക്ക് ഞാൻ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കറിയൊന്നും വെച്ചിട്ടില്ല. അയ്യോ, എനിക്ക് വേണ്ടിട്ട് മാത്രം ചോറ് വയ്ക്കേണ്ടായിരുന്നല്ലേ? ഞാൻ തങ്കത്തിനൊന്നും കഴിക്കത്തില്ല. അതല്ല, ചോറ് ഇവിടുന്ന് എടുക്കുക, കറി ചേച്ചിടുന്ന് എടുക്കും. അമ്മ വേണമെങ്കിൽ കറിയൊക്കെ വെക്കാമായിരുന്നു, പക്ഷെ പുട്ടി അടിച്ച് കേട്ടണ്ടേ, അവനാണ് താമസിച്ചത്. ഇപ്പോഴാടുന്നു നമുക്ക് പിന്നെ ഒരുങ്ങണ്ടേ? നോക്ക് നോക്ക് തെന്നിപ്പോണടി. പിന്നെ ഒട്ടും പൊട്ടിയിട്ടിട്ടില്ല. കൊള്ളാവോ അമ്മേ? ഞാൻ പോയിട്ട് കവർ ചേച്ചി രണ്ടുമൂന്നെണ്ണം കൊണ്ടുവരും അവിടുന്ന് വാങ്ങി. ഈ ഷർട്ട് ഇടണ്ടായിരുന്നു ഏട്ടാ, നല്ല ഷർട്ടല്ലായിരുന്നു. മറ്റേ നീല ഇല്ലായിരുന്നാ? ഈ സാരിക്ക് മാച്ചാണ്. അതിപ്പോ കുഴപ്പമില്ല. ഈ ഷർട്ടിന് മാച്ച ആരെങ്കിലും നോക്കാൻ ഞാൻ അവിടെ പോയി. അയ്യടാ അയ്യ എടാ, ഫോണിലേക്ക് ഒന്ന് റിങ് ചെയ്തേട്ടാ. എന്റെ ഫോൺ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കണം, എടുത്ത് വിളി. ആ ചേച്ചി, അമ്മ ഉണ്ടോ അവിടെ? ചേച്ചി വന്നേ. നീ വരുന്നോടാ കല്യാണത്തിന്? ദടി ഒരു കവറുതാ, ഒരെണ്ണം മതിയോ? കുഞ്ഞു വരുന്നുണ്ടോ? വാടാ. പോയിട്ട് കേട്ടാ, മുട്ട അടിച്ചോണ്ടാ. എന്നാ തക്കട് ഇതാ മാമിയുടെ കൊടുക്ക്. ഇതെന്തിനാ കവറ്? ഇതല്ല, പ്ലെയിൻ കവറ്, സംഭാവന കൊടുക്കാൻ. ഇവിടെ എവിടെ ഇരിക്കും? ചേച്ചി ഇവിടുന്ന് കഴിഞ്ഞ ദിവസം 5-6 കൊണ്ടുപോയില്ലേ? 5-6 ആ 2 2 2 അതിൽ ഒരെണ്ണം നിനക്കും തന്നു. പരവാസത്തിലേക്ക് പോകാൻ നേരത്തെ ഞാനും നീ ഓരോ 5 കണ്ടുണ്ടായിരുന്നു. നോക്കിക്കേ പോയി. ആ കടയിന്ന് മേടിക്കും, ഇവിടെ ഇരിപ്പില്ല. അല്ല, നീ ഇതെടുത്തിട്ടാണോ കല്യാണത്തിന് പോണേ? കൊള്ളൂല്ലേ? ഇതിനാണോ നീ ആ സാരി എടുത്തിട്ട് പോയത്? പള്ളി പോണ പോലെ ഉണ്ട്. കൊള്ളൂല്ലേ? പിന്നെ വെള്ള സാരി പൂക്കളുടെ 500 രൂപ ഉള്ളു അതിന്. കൊള്ളൂല്ല, പള്ളി പോണ പോലെ ഇരിക്കുന്നു. ആണോ? ഇല്ലേ അമ്മേ? അമ്മേ കൊള്ളൂല്ലേ? കണ്ടിട്ട് പള്ളി പോണ പോലത്തെ സാരി പോലെ ഇല്ലേ? നന്നായിരിക്കുന്നത്. പോടാ, കല്യാണത്തിൽ പോകാൻ കൊള്ളൂല. നല്ലതൊക്കെയാണ്. ഒട്ടും കൊള്ളൂല്ലേ? ഓരാ ഒരു 5 മിനിറ്റ് റെഡ് സാരി. റെഡ് അല്ലടി, നിന്റെ ഒരു മഞ്ഞ ഇല്ലേ, നീല ഇതുള്ളത്? അതെടുക്കാം. ആ 5 മിനിറ്റ് തന്നാ മതി എനിക്ക്. കുറെ 5 മിനിറ്റ് ആയി. രാവിലെ മുതൽ പുട്ടിടാൻ തുടങ്ങിയാണ്. കറിയും കഞ്ഞിയും ഒന്നും വെച്ചില്ല, കഞ്ഞി മാത്രം തിളച്ചോണ്ടിരിക്കുകയാണ്. സമയം പോയി. ഈ ഏട്ടോട് എത്ര പ്രാവശ്യം ഞാൻ ചോദിച്ചെന്നറിയോ സാരി കൊള്ളാമോ? അപ്പൊ സൂപ്പറാന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ എനിക്ക് 4 ഷർട്ട് മാറ്റി തിരിച്ചു കൊടുക്കണം. അവന് തുണീനെ പറ്റി എന്തറിയാം? ഭംഗിയായിരിക്കുന്ന അവള് ആലോചിക്കാണ്, സുന്ദരിയായിട്ട്. 2 മിനിറ്റ് അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. പറയുന്ന സമയത്ത് ഞാൻ പോയി മാറി. ഇത് വെച്ചാ അങ്ങോട്ട് ഇതൊക്കെ അതിനെ കൊണ്ട് വരത്തില്ല. പിന്നെ എന്റെ മുടി കളിയും. അപ്പൊ നടന്നു വരൂ. ഏട്ടൻ വെക്കുന്നുണ്ടല്ലോ. പോലീസുകാർ ഫ്രണ്ടിലും ബാക്കിലും ഇരിക്കുന്ന ആളുകൾ ഹെൽമെറ്റ് ധരിക്കണം. ഞാനൊരു പോലീസുകാരാണ്. പിടിക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ വെക്കാം. ഓഡിറ്റോറിയം എത്തണതിന് ഒരു 5 മിനിറ്റ് എനിക്ക് തരണം. അതിന്റെ അപ്പുറത്ത് നിർത്തണം മുടി കെട്ടാനായിട്ട്. അമ്മ പോയിട്ടാ. മഞ്ഞായിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു. ആ മഞ്ഞായിരുന്നെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു. കോൺഫിഡൻസ് അവിടെ നിർത്തുവല്ല. ഓഡിറ്റോറിയം എത്തണതിന് മുന്നേ നിർത്താം. ഒരു ബ്യൂട്ടി പാർലർ ഫ്രണ്ട് കൊണ്ട് നിർത്താം. വേണ്ട. മകളെ നല്ലയാ സൂപ്പർ ആയിട്ട് സൂപ്പർ. എന്റെ സമയം. അയ്യോ അമ്മേ, ഇവിടെ ഉണ്ടാക്കിട്ടല്ലേ ഇവിടെ പോയത്? എന്തോന്നും ഉണ്ടാക്കി അരി അടിപ്പിട്ടിട്ട് പോയി. കറിയൊന്നും വെച്ചിട്ടില്ലേ? അയ്യോ, എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിച്ചോളാന്ന് പറഞ്ഞു. അണാമ അല്ലേ? എന്നെ കൊണ്ട് വയ്യ. ഞാൻ നിന്റെ എന്തെങ്കിലും കറി എടുക്കാന്ന് വിചാരിച്ചതാണ്. അല്ല, ഞാൻ എങ്ങനെയാ പറയുന്നത്? ഒരു കറി ഉണ്ടാക്കാൻ സമയമില്ലേ? അരി അടിപ്പിട്ടിട്ട് ഓടാൻ. ഉച്ചയിൽ വെയിലുടിക്കുന്നവരെ കിടന്നുറങ്ങിക്കൊള്ളും. അമ്മയ്ക്ക് വിളിക്കാറുന്നില്ലേ? അയ്യേ, ഞാൻ എങ്ങനെ അവരെ പോയി കിടന്ന് വിളിക്കുന്നത്? കാള പോലെ വളവായവരെ. എനിക്കങ്ങ് വയ്യ.
അപ്പൊ പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എന്നെ കൊണ്ടൊക്കത്തില്ല വയ്ക്കാൻ. ഞാൻ നിന്നെ ഒന്നുണ്ടെങ്കിൽ കഴിക്കും, അല്ലെങ്കിൽ വേണ്ട. എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താന്നോ, എനിക്ക് എവിടെയും പോവണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നും വെച്ചില്ല. ഞാനൊരു 10 മണിയാകുമ്പോ കറിയൊക്കെ വെച്ചാൽ മതിയല്ലോ, നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടാപ്പോരെ, അത് മതിയല്ലോ. അപ്പൊ ഞാനപ്പോ 10 മണിക്ക് വെക്കാന്ന് ഓർത്തിരുന്നപ്പോഴത്തേനും ക്ലീറ്റോ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒരു കവറ് ക്ലീറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്, ആ കവറുമായിട്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ അൻസാറും നടരാജനും പിന്നെ പാർട്ടിയിൽ ആരൊക്കെയോ നോക്കി നിൽക്കുവാണ് എന്നൊക്കെ പറഞ്ഞു. നീ പോണത് എന്താണ്ട് രാഷ്ട്രീയത്തിൽ എന്താ പേപ്പറൊക്കെ കൊണ്ട് എത്തിക്കാനോ എന്തിനൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നീ പോ. അപ്പൊ ഞാൻ പോവാല്ലോ. അപ്പൊ കൊച്ചിനെ കൂടെ കൊണ്ടുപോ. കൊച്ചിനെ കൊണ്ടുപോയി എനിക്ക് നോക്കാൻ പാടായിരിക്കും. അവിടെ ഇനി ചെന്നിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ അവിടെ നിന്ന് മോനെ പറ്റൂലാണ്ടാവൂല അവിടെ നിന്നാ. കണ്ട അവൻ ഇവിടെ വലിയ ഇഷ്ടമൊക്കെ തന്നെ. എന്റെ തല ചവിട്ടി പൊട്ടിക്കല്ലേ. എടാ മക്കളെ ഇങ്ങോട്ട് വാ, ഒറ്റ ഓട്ടമാണ് പോയി. അതിന് റൊണാൾഡോ ഉണ്ടല്ലോ, അപ്പൊ അമ്മയ്ക്ക് അവനെ നോക്കേണ്ടി വരില്ല. എവന്റെ അനിയനാണ് റൊണാൾഡോ, പിന്നെ എങ്ങനെയാ കാര്യം നടക്കുന്നത്? ഞാൻ എന്ത് ചെയ്യുന്നത്? കറി അമ്മ എന്തെങ്കിലും വെക്കോ? എല്ലാരും അടുക്കളക്കാരിയാണല്ലോ ഞാൻ. കഷ്ടം തന്നെ എന്തായാലും. പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലാണ് എന്റെ വിധ മാറുന്നത്. ഒരു കറി ഉണ്ടാക്കുന്നത് ഉച്ചക്ക് കറി എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയാ ഒരു തൊട്ടുകൂട്ടാനാ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കണ്ടേ? അയ്യോ അരി എന്താന്ന് അറിഞ്ഞില്ലല്ലോ ദൈവമേ. അയ്യോ അരി ഇപ്പൊ എന്തോന്നില്ലേട്ടാണ് ഒന്ന് ഊറ്റുന്ന അരി ഊറ്റുന്ന പാത്രം കാണും. ഞാൻ എന്താ ചെയ്യാൻ? മക്കളെ അങ്ങോട്ട് മാറിയല്ലേ, എത്തിയോ കരുതേ. അങ്ങോട്ട് മാറ്, വെള്ളം ദേഹത്ത് വീഴും. അങ്ങോട്ട് മാറിയല്ലേ. എടാ നീ പോയി TV എങ്ങാനും കാണടാ, പിന്നെ തള്ളിക്കൊണ്ട് നിൽക്കാതെ. എന്ത് കഷ്ടമെന്ന് പറയാൻ ചെറുകണ്ട. എന്റെ പൊന്നു മക്കളെ, അതുകൊണ്ടാണ് പറഞ്ഞത് പോയി TV കാണാൻ. പോയി ദാണ്ട ഈ വെള്ളം ഈ അരി ഒന്ന് ഊറ്റിട്ട് വെള്ളം അങ്ങനെ ദേഹത്ത് തെറിച്ചാറുണ്ടല്ലോ, നിന്റെ ദേഹമൊക്കെ പൊള്ളി അടരും. മക്കള് പോ. പിന്നെ എന്നാ പിന്നെ പോയിരുന്ന് വേറെ എന്തെങ്കിലും പണി നോക്ക്. പോ അപ്പുറത്ത് പോയി കളിക്ക്. ഞാനിതിപ്പോ എന്തോ ചെയ്യും? എങ്ങനെയാണ് ഊറ്റേണ്ടതെന്നറിയാൻ വയ്യല്ല. ഒരു പാത്രം സമയത്ത് എടുക്കാനും കിട്ടും. ഓ ദൈവമേ. എടാ നീ TV കാണോ? ശബ്ദം കേൾക്കുന്നില്ല. എങ്ങോട്ടൊക്കെ ഇറങ്ങി പോയാ? എന്റെ മൊബൈൽ എടുത്ത് വെച്ച് പണി കാണാടാ നീ. ഇനിതാ ഒരു പണിയില്ല. എടാ ഇങ്ങോട്ട് താടാ മൊബൈൽ. എടാ നീ TV കാണാ, ഇങ്ങോട്ട് താടാ. എന്റെ പൊന്ന് ദൈവമേ, എന്തൊരു പിള്ളേരാ ഇത്. എന്റെ ഫോൺ എടുത്ത് വെച്ച് അങ്ങോട്ട് ആ ഫോൺ എടുത്ത് വെച്ച് ഗെയിം കളിക്കല്ലേന്ന് പറഞ്ഞിട്ടില്ല. TV ഉണ്ടാ മതി. TV കാണണ്ടായിരുന്നു. എന്നാ പുസ്തകം എടുത്ത് വെച്ച് പഠിക്ക്. അതും വേണ്ട. പിന്നെ ജോലിക്ക് ഇറങ്ങി പോടാ. ഒന്നും വയ്യെങ്കിൽ വാങ്ങിക്കും. തങ്ങച്ചേട്ടത്തിൽ പൊടിമീൻ കിട്ടുമെന്നാ മേടിക്കണെന്ന് പറഞ്ഞു. നെത്തോലി കിട്ടി. പൊടിമീനാ? നെത്തോലി ഇതിന്റെ എപ്പ പണിയോ ആര് പണിഞ്ഞെടുക്കും? എന്റെ പൊന്നെ ഞാൻ വെട്ടിത്തരാം. അമ്മ ഇതുകൊണ്ട് വെള്ളത്തിൽ ഇട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കി തന്നാ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ ഇല്ല. ഒന്നാമതേ അതൊരു പാട്ട് പോകും. നീ അതെടുത്ത് വെച്ച് എന്തിനാ ഗെയിം കളിക്കുന്നത്? നിനക്ക് അത്ര ഗെയിം കളി വന്നിരിക്കുകയാണെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറ, ഒരു ടച്ച് ഫോൺ മേടിച്ചു നാളെ തെളിച്ചാൽ മതി. ഇനി മേലെ അമ്മയുടെ ഫോൺ എടുത്തേക്കരുത്. എടുക്കോ? അല്ല പിച്ച് നിന്നെ ചന്തിക്കിട്ട് തൊലിയാണ് നഖത്ത് ഇരിഞ്ഞെടുക്കുന്നതിന്റെ പരിപാടിയാണ് അമ്മയ്ക്ക്. മൊബൈൽ വെച്ചു, കാറുണ്ട്, TV ഉണ്ട്, വേറെ എന്തെല്ലാം ഉണ്ട്. നമ്മളൊക്കെ ഈ ജിമ്മിൽ പോയിട്ടേ മസിലുണ്ടാക്കത്തില്ലേ, ആ മീനിന്റെ മസിലാണ് ഈ കറുത്തിരിക്കുന്നത്.
തന്നെ. അങ്ങനെ മാമ ഇങ്ങനെ വെക്കുമ്പോ അവന്റെ കൈ മുറിയൂലേ? ഏയ് നിത്യത്തൊഴിലാണല്ലോ. ആദ്യമായിട്ട് വെട്ടിയപ്പോ കൈ മുറിഞ്ഞായിരുന്നു. പിന്നെ ശീലമായപ്പോ കൈയൊന്നും മുറിയത്തില്ല. എന്നിട്ട് മുറി ഒന്നും ഇല്ലല്ലോ കയ്യില്. മുറിയത്തില്ല, അത് പണ്ടായിരുന്നു. സ്റ്റിച്ചൊക്കെ ഇട്ട് റെഡിയാക്കി. ഇതെന്തിന് ഇത്രയും വാങ്ങിച്ചോണ്ട് വന്നു? കുറെ നേരം എടുക്കൂലേ? കുറെ നേരം എടുക്കും. കുറെ നേരം എടുത്ത് ജോലി ചെയ്യുമ്പം ഒരുപാട് കഴിക്കാൻ പറ്റും. മുഖം എന്തിനു കളയണത്? മുഖമല്ലടാ, തല. തല എന്തിനു കളയണ? കേട്ടിട്ടില്ലേ തല തിന്നരുതെന്ന്? അതാണിത്. പിന്നെ വാലുകളെ വലിയ മീനെ നമ്മൾ തലേ തിന്നത്തുള്ളൂ, പക്ഷെ കൊച്ചു മീനെ തല തിന്നത്തില്ല. നിന്റെ പേരെന്തോന്നു മാമ? ഇത് കത്തി. കത്തിയല്ല അതിന്റെ പേര്. ചട്ടി. അതല്ല അതിന്റെ പേര്. അത് മൺചട്ടി. അതല്ല അതിന്റെ. ഇത് വെള്ളം. വെള്ളത്തിന്റെ അല്ല അതിന്റെ. ഇതോ? ഇത് നെത്തോലി. എന്തായി ഇന്ന് ഉച്ച ആവാറായി, ഇന്നങ്ങനെ വെട്ടി തീരുവോ? അമ്മ ഇത് ഊപ്പ നെത്തോലിയാണ്. അല്ല ചൂര പാരയങ്ങളായിരുന്ന കണ്ടിച്ചപ്പോ കറി വെച്ച് വറുത്തിയാ തന്നേനെ. സമയം എടുക്കുന്നത്. ഒന്നാമതായിട്ട് ഇവൻ വന്ന ഓരോ മെനക്കെട്ട കാര്യങ്ങൾ വെച്ച് എന്റെ പണി. നീ ഒന്ന് പോയി, എന്റെ പണി നടക്കത്തില്ല. ഞാൻ പോണേ. ഇപ്പൊ ആണുങ്ങൾ വെട്ടുന്നേരം കാര്യം മനസ്സിലായ? പെണ്ണുങ്ങളുടെ പാട് നീ മനസ്സിലാക്കിക്കോ. പെണ്ണുങ്ങൾക്ക് ഒരു പാടുമില്ല. പാചകം ആണുങ്ങളുടെ തൊഴിലാ. കേട്ടിട്ടില്ലേ നളപാചകം ഒന്ന്? അല്ല നളിപാചകം എന്നല്ലല്ലോ. കൊടങ്ങാവളയിലാണെങ്കിൽ ഏത് മീൻ മേടിച്ചാലും റോസ്മേരി എന്നെ കൊണ്ട് വെട്ടി കണ്ടിച്ച് കറി വെക്കും. ഞാൻ വെച്ചു കൊടുക്കുന്ന മീൻകറി പോലെ ഒരു കറി അവൾ ഇതുവരെ കഴിച്ചിട്ടില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ മീൻകറി ഞാൻ വെക്കും. എന്നാ പെട്ടെന്ന് ആവട്ടെ. തീരെ അറിയാം. അമ്മ ഇവിടെ നിൽക്കാം, നമുക്ക് ഒരുമിച്ച് പോവാം. ഞാൻ പോട്ടെ. അതാ നിക്കമ്മ. നിന്റെ കറുപ്പൊക്കെ കളഞ്ഞിട്ടേ പച്ച മീനാ കേട്ടോ. വേണ്ട ഞാൻ വെട്ടിക്കോളൂ. തീരാറായി. പച്ച മീനാ കേട്ടോ. നല്ല നെത്തോലിയാണെന്ന് തോന്നല്ലേ? അതെ. ഞാൻ എടുത്തോളാം. പിന്നെ ഒരു കാര്യം ചെയ്യ, കറിയൊക്കെ നീ വെക്കോ? നീ എന്റെ ഇതൊരു മെഴുക്കുരട്ടി വെക്കണം. മുളകുപൊടി, മല്ലിപ്പൊടി, മസാല ഐറ്റം എല്ലാം ഉണ്ടല്ലോ. എന്താണ്ട മീൻ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇതായിരിക്കുന്നു. എല്ലാം എല്ലാ സാധനവും ഉണ്ട്. ചെയ്തോളൂ. ശരി. ചൂട് 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 ചൂട്. എന്റെ മൊബൈല് ഞാൻ ഇവിടെ വച്ചായിരുന്നു. ഞാൻ അങ്ങ് വിട്ടുപോയത്. എവിടെ വച്ചെന്ന് എനിക്ക് ഓർമ്മയില്ലടാ. അതല്ലേ കണ്ടില്ലേ? എന്തോ ഞാന് ആ ചെറുക്കൻ ഇവിടെ കറങ്ങി കിടന്നു. ഞാൻ പറഞ്ഞു ഇട തിളച്ച വെള്ളം ദേഹത്ത് വീഴും, പോയി അപ്പുറത്തോട്ട് പോകുന്ന ഒരു വിധത്തിൽ കേൾക്കത്തില്ല. TV കാണാൻ പറയാൻ എനിക്ക് ബോറടിക്കുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാം? കാണാതെ എവിടെ കൊണ്ട് വെച്ചിരുന്ന പോരായിരുന്നു. അവന്റെ കൈയെത്താത്ത എവിടെയും കൊണ്ട് വെച്ചിരുന്ന പോരായിരുന്നു. ഞാൻ അറിഞ്ഞ അവനിങ്ങനെ കറിയൊക്കെ ചോദിച്ചു, തക്കുടുവേ തക്കുടു ചെറുക്കനെ ചെയ്തില്ല നീ? ഓടിയ നീ സമാധാനമായിട്ട് ചോദിക്ക്. കൊച്ചിനെ അടിച്ചു കൊല്ലാനല്ല ഞാൻ പറഞ്ഞത്, ചോദിക്കാനല്ലേ പറഞ്ഞോളൂ. ഇങ്ങോട്ട് ഇറങ്ങടാ. ഞാൻ പറഞ്ഞോ കൊള്ളണം, നിനക്ക് കൊള്ളണം. അനുസരണ വേണമെന്ന് പറഞ്ഞാൽ നീ കേൾക്കത്തില്ല. നീ എടുത്തില്ലേ? നീ അമ്മ പറഞ്ഞല്ലോ നീ എടുത്തുന്ന്. നീ എടുത്തില്ലേടാ? രാവിലെ നീ എടുത്തില്ലേടാ? അമ്മ പറഞ്ഞല്ലോ. ഒരു മൊബൈൽ മിസ്. വിട്ടെ. എന്താണ് അമ്മയുടെ മൊബൈല് കാണുന്നില്ല, അത് തന്നെ വിഷയം. അവനാണ് എടുത്തത്. പറയുമ്പോ അമ്മ എന്താ വായി മുളഞ്ഞ് നിൽക്കണത്? ഇത്ര നേരം അമ്മ ഇതായിരുന്നില്ലല്ലോ. നിങ്ങൾ രണ്ടും കൂടെ പോയ പിറകെ എവിടെ പിന്നെ പഞ്ചായത്ത് ഓഫീസിലാ എവിടെയും കണ്ടാ ചെല്ലാൻ ക്ലീറ്റസ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് പോയി. അന്നേരം തുടങ്ങിയതാ എന്റെ കൂടെ അവന്റെ യുദ്ധം. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് ഓടും. ഒരു അനുസരണം എന്ന് പറഞ്ഞതില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്റെ ഫോണിലായി കളി. വല്ല വിധത്തിലും പറഞ്ഞു ഒപ്പിച്ച് ഞാനത് പിടിച്ചു പറിച്ച് ഞാൻ ആ അടുക്കളയിൽ പിന്നെ ആ മസാലപ്പൊടിയൊക്കെ നട്ടിട്ടുണ്ട് അതിന്റെ ഇടയിലോട്ട് വെച്ച്. മക്കളെ കയ്യിൽ ഫോൺ താഴെ കൊണ്ട് പൊട്ടിപ്പോയാ
കുഴപ്പമില്ല, മാമന്റെ അടുത്ത് പറയാം. മാമല്ലേ പറയണത്? ഇല്ല പൊട്ടിയില്ല. ശരിയാരെ എടുത്ത് ഇവിടെ ഇരുന്ന് ഹാളിൽ ഇരുന്ന് കളിച്ച്. ഞാൻ അവനോടല്ലേ ചോദിക്കുന്നത്. മക്കൾ ഫോൺ എടുത്ത ആദ്യം എപ്പോഴെങ്കിലും എടുത്താ ഫോൺ എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു ഫോൺ? അപ്പൊ അമ്മൂമ്മ പിടിച്ചു അപ്പോഴെന്തേലും തന്നാ മതി. പിടിച്ചോടിച്ചോണ്ട് പോയി. പിന്നീട് എടുത്താ മക്കൾ എടുത്തില്ല. പിന്നീട് എടുത്തില്ലടാ നീ. അടുക്കളയിൽ ഇരുന്ന ഫോൺ പിന്നെ എന്ത് ചെയ്തടാ? അത് അമ്മ പറഞ്ഞ അമ്മ നീ ഒരു കാര്യം ചെയ്യ്, അവരെടുത്ത് ഞാൻ ചോദിച്ചോട്ടെ. അവിടെ അടങ്ങിയിരുന്നേ, അവിടെ അടങ്ങിരി. അമ്മ ഫോൺ എന്ത് ചെയ്തു? എടാ അവന്റെ വാങ്ങിച്ച് ഇവിടെ കിടന്ന് കാണിച്ച് ഞാൻ മടുത്തെടുത്ത് ഞാൻ ആ മസാലപ്പൊടി ഇരിക്കുന്നില്ലേ അതിന്റെ ഇടയിലോട്ട് അടുക്കളയിൽ അവിടെ കൊണ്ടുവന്ന് വെച്ച്. അമ്മ അടുക്കളയിൽ തന്നെയാണോ വെച്ചത്? എടി ഞാൻ അവിടെ തന്നെ വെച്ചെന്ന് അത് പറഞ്ഞില്ലേ. ശരി, അമ്മയ്ക്ക് ഒന്നാമത്തെ ബോധം ഒരു ദിവസം അമ്മയില്ലേ മരുന്നും പെട്ടി എടുത്ത് അടുക്കളയെ കൊണ്ട് വെച്ച്, എന്നിട്ട് എന്നോട് പറഞ്ഞ് മുറിയില്ലാന്ന് പറഞ്ഞ്. ഞാൻ അവിടെയൊക്കെ മൊത്തം നോക്കിയിട്ട് കണ്ടില്ല, അടുക്കളയിലായിരുന്നു. എന്നോട് പറഞ്ഞ് ഞാൻ തൂത്തപ്പം എടുത്ത് മാറ്റി വെച്ചതാണ്. ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയെന്ന് ചെന്നെ വെറും മന്ദ ബുദ്ധിയാക്കി അമ്മ അടുക്കളയിലാണ് വെച്ചത്. അടുക്കള മക്കൾ എടുത്തില്ലല്ലോ. നീ കണ്ടില്ലല്ലോ ഫോൺ? അടുക്കള ഞാൻ ഫോൺ കണ്ടില്ല. ചേച്ചി അടുക്കളയിലൊക്കെ നല്ലപോലെ ഇരിക്കുന്നത് കണ്ട് പിടിച്ചു പഠിച്ചോണ്ട് പോകുന്ന കണ്ടു. പക്ഷെ അടുക്കള ഫോൺ ഇരിക്കുന്ന ഞാൻ കണ്ടില്ല. അവിടെ ഇല്ല ഇനി ഫോണ്. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് അതാ പറഞ്ഞു, ഇനി അടുക്കള നോക്കാനായിട്ട് ഒരു സ്ഥലമില്ല. ഫോൺ വേണ്ട, തീർന്നല്ലോ. വേണ്ട അമ്മ, നമുക്ക് നോക്കാന്നേ, ഒന്നുകൂടെ നോക്കാമല്ലോ. അമ്മയ്ക്ക് ഉറപ്പുണ്ടല്ലോ അവിടെ വെച്ചെന്ന്. മക്കൾ എടുത്തില്ലെന്ന് ഉറപ്പുണ്ടല്ലോ, നമുക്ക് നോക്കാം. ഇന്ന് ഈ വടി നിനക്ക് ഞാൻ ചെലവാക്കും. വടി ഇത് കളഞ്ഞു നോർത്ത് വേറെ വടി കിട്ടൂലേ ലോകത്ത്. ഒന്നും കൂടെ പോയി നോക്കാം. കേമ, നിന്റെ ഇന്ന് ഫോണിൽ കളി ഞാൻ അവസാനിപ്പിക്കൂടാ. നോക്കിയാ കിട്ടും, അവിടെ മുഴുവൻ നോക്കിന്ന് പറഞ്ഞില്ലേ ഒരു ഫോണുകാരൻ. എനിക്ക് കുരുത്തം കെട്ടവൻ ഇങ്ങനെ ഒരു അമ്മയുടെ ഫോൺ എടുത്ത് ചുമ്മാ കൊച്ചിനെ വഴക്കുറയാതെ. അതല്ല അമ്മ അടുക്കള ഫോൺ കൊണ്ടുവന്നിട്ടില്ലെന്നാ എന്റെ അഭിപ്രായം. അയ്യേ എനിക്ക് ഓർമ്മയില്ലേ. അമ്മ ആദ്യം ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ എവിടെ വെച്ചത്. ഞാൻ വേണ്ട ഈ മസാലപ്പൊടിയൊക്കെ ദാണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഈ മസാലപ്പൊടി ഇവിടുന്ന് അതിന്റെ അകത്തോട്ടാണ് ഞാൻ വച്ചിരുന്നത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ കറി വെക്കാൻ വേണ്ടി ആ മസാല ഒക്കെ എടുത്ത് പാതാമ്പുറത്ത് വെച്ചു, പക്ഷെ ഞാൻ ഫോൺ കണ്ടില്ല. അപ്പോൾ അവിടെ ഇരുന്ന് നീ കണ്ടതേ ഇല്ലേ? ഞാൻ കണ്ടില്ല. എനിക്ക് അത്ര ഓർമ്മ കുറവൊന്നുമില്ല കേട്ടാടാ. എന്റെ സപ്തതി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെയൊന്നും നീ പറയാം. എനിക്ക് സംശയം ഇവൻ ഇത് ഇമാതിരി പറയുന്നു ഫോണ് ഞാൻ എടുത്തിട്ടില്ല. നീ എടുത്തോടെ ചെറുക്കാം എങ്കിലും എടാ നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ, നീ സത്യം പറ. ഇങ്ങോട്ട് പൊട്ടിപ്പോയാ പറ. അവനെ അറിഞ്ഞൂടെന്ന് പറഞ്ഞല്ലേ, നമുക്ക് നോക്കാന്നേ. പിന്നെ അമ്മ വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചത്. അമ്മേ അതൊന്ന് ആലോചിച്ച് ഒന്ന് ശരിക്കും ഓർക്കാം. അത് പറ. അമ്മ ഇവിടെ വെച്ചെന്നല്ലേ പറഞ്ഞ, അപ്പൊ ഇവിടെ നോക്കാലോ. ഇവിടെ വെച്ച് ഇങ്ങോട്ട് പോവാന് ഇവിടെ ആരും കേറി. അമ്മ പറയുമ്പോ കുന്തം പോയ കുളത്തിൽ എന്താ പോണെന്നാണ്. അമ്മയ്ക്ക് ഓർമ്മയില്ല. അവൻ കറങ്ങി ഇവിടെ നിന്ന് എനിക്ക് സംശയം തന്നെയാണ് ഉള്ള കാര്യം പറയാല്. TV കാണാൻ പറഞ്ഞ അവന് മൂഡ് ഔട്ടാണെന്ന്, അതിന് ഇഷ്ടമല്ലെന്ന്. ഫോണിലാണ് അവന്റെ ഇപ്പോഴത്തെ പ്രയോഗം. ഫോണിൽ കളി. നീ ഫോൺ എന്തെങ്കിലും എടുക്കുന്നീ കേട്ടോ. തൊടോ നീ. നിനക്ക് കളിക്കാൻ എന്തോരം സാധനങ്ങളുണ്ടോ ഇവിടെ? ഫോൺ കഞ്ഞി കരുത്തില്ല. പ്രതി റൊണാൾഡ്. ഞാൻ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്യുന്ന? നീ ഇവിടെ സാധനം എടുത്തായിരുന്നു? മസാല എടുത്തായിരുന്നു. മസാല എടുക്കുമ്പോ അമ്മയുടെ ഫോൺ ഇവിടെ ഇരിക്കായിരുന്നു. താണ്ട ഇങ്ങനെ ഇരിക്കുമ്പോ ഇതിങ്ങനെ തള്ളി അങ്ങ് വീണു. പക്ഷെ ഞാൻ കണ്ടില്ല. നീ കാണില്ല, നീ ഇങ്ങനെ കാണാനാ? നിനക്ക് മീൻ കഴിക്കാൻ ആവേശമല്ലായിരുന്ന? വെറുതെ എന്റെ കൊച്ചിനെ ഞാൻ സംശയിച്ച് പോട്ട് മക്കളെ അമ്മ അറിഞ്ഞില്ല കേട്ടോ. ഞാൻ സത്യമായിട്ട് കണ്ടില്ല. ശ്രദ്ധിക്കണ്ട. നോക്കിയും കണ്ടും ചെയ്യണ്ടേ? ഇനി അതെന്തിനു കൊള്ളണം? Aliens.